തലശ്ശേരി കണ്ടിച്ചിറ ഗാർഡൻസ് അപ്പാർട്ട്മെന്റിൽ നിന്നും ഉയരുന്ന കൂട്ടനിലവിളി. കുതിച്ചെത്തുന്ന ആംബുലൻസുകളും അഗ്നിശമന സേനാംഗങ്ങളും അപ്പാർട്ട്മെന്റിന് ചുറ്റുമുള്ളവർ പരിഭ്രാന്തരായി. തലശ്ശേരി തഹസിൽദാർ എം വിജേഷിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം നടന്ന മോക്ക് ഡ്രില്ലായിരുന്നു ഈ കാഴ്ച. വൈകിട്ട് 4 മണിയോടെയാണ് തലശ്ശേരി കണ്ണിച്ചിറയിലെ ഗാർഡൻസ് അപ്പാർട്ട്മെന്റിലെ ജാസ്മിൻ ബ്ലോക്കിൽ ഷെല്ലാക്രമണവും ഇതേ തുടർന്ന് തീപിടുത്തവുമുണ്ടായത്. ആക്രമണത്തെ തുടർന്ന് നഗരസഭ അപകട സൈറൺ മുഴക്കി. തലശ്ശേരി പോലീസും അഗ്നിശമന സേനയും മെഡിക്കൽ ടീമുകളും സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തി. അഗ്നിശമന സേനാംഗങ്ങൾ ബ്ലോക്കിലെ താമസക്കാരെ ഒഴിപ്പിച്ചു. 8 നിലയുള്ള കെട്ടിടത്തിൽ കൂടുതൽ അപകടമുണ്ടായ 4ാം നിലയിൽ 2 പേർ മരണപ്പെട്ടു. 5ാം നിലയിൽ 2 പേർ ഗുരുതരാവസ്ഥയിൽ. 3ാം നിലയിൽ 2 പേർ നിസ്സാര പരിക്കുകളോടെയും കുരുങ്ങിക്കിടന്നു. അപകടത്തിൽപ്പെട്ടവരെ അഗ്നിശമന സേനാംഗങ്ങളും സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരും ചേർന്ന് ആംബുലൻസിൽ തൊട്ടടുത്ത ആശുപത്രികളിലേക്ക് മാറ്റി. മരണപ്പെട്ടവരെ തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം നടന്ന മോക്ക് ഡ്രില്ലിലായിരുന്നു ഈ കാഴ്ച. തലശ്ശേരി തഹസിൽദാർ എം വിജേഷിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. തലശ്ശേരി എസ്ഐ PV പ്രശോഭ്, തലശ്ശേരി ഫയർ സ്റ്റേഷന്റെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ CV ദിനേശ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘവും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. 1971 ഇന്ത്യ-പാക് യുദ്ധസമയത്താണ് രാജ്യം മുഴുവൻ ഇതുപോലെ മോക്ക് ഡ്രിൽ നടന്നത്. അതിനുശേഷം ആദ്യമായാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.